ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ്. രണ്ട് വ്യത്യസ്ത കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, ആദ്യത്തെ കാര്യത്തിൽ നിന്ന് ഒരു ക്രിയേറ്റർ ഒരിക്കലും അതിൽ നിന്ന് ഒന്നും ഫോളോ ചെയ്യാൻ പാടില്ല, അതിൽ ഇൻസ്പയർ ആകാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, ഒരു ക്രിയേറ്റർക്ക് ആ ഒരു സംഭവത്തിൽ നിന്ന് ഇൻസ്പയർ ആകണം, ഫോളോ ചെയ്യണം. ഈ രീതിയിൽ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അതിൽ ആദ്യത്തെ കാര്യം ഞാനിപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കാം. നിങ്ങളിൽ പലരും ഇത് കണ്ടിട്ടുണ്ടാകും. ഒരു യൂട്യൂബർ തുടർച്ചയായിട്ട് 250 മണിക്കൂറുകളോളം ഉറങ്ങാതെ ലൈവ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണിയാകുന്ന ഒരു കാര്യമാണ്. അപ്പൊ യൂട്യൂബ് ആ ഒരു ലൈവ് വീഡിയോ യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പല ഓൺലൈൻ പേജുകളിൽ ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പലതിലും വ്യത്യസ്ത സമയങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഒരാളുടെ ജീവന് ഭീഷണിയാകും വിധം അയാൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ യൂട്യൂബ് അതിൽ നിന്ന് റിമൂവ് ചെയ്യും. യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്യും. കാരണം യൂട്യൂബ് ഇത്തരത്തിലുള്ള വീഡിയോ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നതല്ല. നമുക്കറിയാം, ബ്ലഡ് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ അറ്റാക്കിങ് കാണിക്കുന്ന വീഡിയോ, അപ്പൊ അങ്ങനത്തെ വീഡിയോകളൊക്കെ യൂട്യൂബ് നമുക്ക് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് വരെ തരാറുണ്ട്, യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇതെന്ന് പറയാം. അപ്പൊ ഇത് നടന്നിട്ടുള്ളത് ഓസ്ട്രേലിയയിലാണ്. അപ്പൊ ഇത് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത്, ഇത്തരം വാർത്തകൾ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്, ഈ രീതിയിൽ വ്യത്യസ്തമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വൈറലാകാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ഇത് ഓസ്ട്രേലിയയിലല്ലേ, നമ്മൾ മലയാളം കേരളത്തിൽ ഇങ്ങനെ നെഗറ്റീവ് വൈബിൽ വീഡിയോ ചെയ്യുന്നവരുണ്ടോ എന്നുള്ളത് ഒരുപക്ഷെ നമ്മൾ ആലോചിക്കുന്നുണ്ടാകും നിങ്ങളിൽ പലരും. പക്ഷെ നാടിനെ നടുക്കിയ വയനാട്ടിൽ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ അതിൽ പല രീതിയിലാണ് ആളുകൾ പ്രതികരിച്ചത്. ഒരുപാട് ആളുകൾ സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ കമന്റ് ചെയ്തവരെ നമുക്ക് കാണാം. അതുപോലെ ഒരു ദുരന്തത്തിന്റെ ആ ഒരു വ്യാപ്തി കാണിക്കുമ്പോൾ, മറ്റൊരാളുടെ സങ്കടം കാണിക്കുമ്പോൾ അതിന് റിയാക്ട് ചെയ്ത് പൊട്ടിച്ചിരിച്ച് സന്തോഷം കാണിച്ചിട്ട് വീഡിയോ ചെയ്തവരും നമ്മൾ കണ്ട്. ഈ ഒരു കേരളത്തിൽ ഒരു ദുരന്തം വരുമ്പോൾ നമ്മളിവിടെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ ആ ഒരു ദുരന്തത്തെ അതിജീവിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഈ രീതി, ഇങ്ങനത്തെ സമയത്തും ഈ രീതിയിൽ വീഡിയോ ചെയ്യുന്നവരുണ്ട് എന്നറിയുമ്പോൾ വളരെ വിഷമമുണ്ട്. അപ്പൊ നമുക്ക് സമൂഹത്തോട് പ്രതിബദ്ധത കാണിക്കേണ്ട സമയത്ത് അത് കാണിക്കുക, പകരം ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇത് വളരെ കുറച്ച് പേരെ ഇതുള്ളൂ എന്നുള്ളതാണ് സത്യം. ബാക്കി എല്ലാവരും ഈ ഒരു ദുരന്തത്തിൽ അവരെ സഹായിക്കാനാണ് ഇറങ്ങിയിട്ടുള്ളത്. ഒരുപാട് ക്രിയേറ്റേഴ്സ് എനിക്കറിയാം, അവര് ഒരുപാട് പേഴ്സണലി ഈ ഒരു ദുരന്തത്തെ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ അറിയുന്ന ഒരുപാട് ഗ്രൂപ്പുകളിൽ ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്, വയനാടിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് പിരിച്ചിട്ട് അവരെ കൊണ്ട് കഴിയുന്ന സംഖ്യ അവർ സ്വരൂപിച്ച് അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യം നമ്മൾ ഇതിനിടയിൽ മറന്നു പോകരുത്. എനിക്കറിയാവുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് വയനാട് പോകാൻ പ്ലാൻ ചെയ്തവർ വരെ അത് വേണ്ട എന്നുള്ള രീതിയിൽ തീരുമാനമെടുത്തവരുണ്ടായിരുന്നു. കാരണം അവിടെ ഉള്ളവർ പോലും പലരും ഇത് ഷൂട്ട് ചെയ്യാതെ ഇടുന്നുണ്ടായിരുന്നു. നമ്മൾ വൈറൽ ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കുന്നവരുണ്ടാകും. പക്ഷെ ഈ രീതിയിൽ ഒരിക്കലും വൈറലാകാൻ നമ്മൾ ശ്രമിക്കരുത്. ഇനി രണ്ടാമത്തെ കാര്യം, ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇൻസ്പയർ ആകേണ്ട ഒരു കാര്യമാണ് KL ബ്രോ എന്ന് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. 5 കോടിയിലധികം സബ്സ്ക്രൈബേഴ്സ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കേണ്ട ഒരു അച്ചീവ്മെന്റ് ആണ്. അപ്പൊ ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകളും എൻ്റെ ഈ ഒരു ചാനലിലൂടെ അവരെ അറിയിക്കുകയാണ്. അപ്പൊ ഒരു ക്രിയേറ്റർക്ക് വളരെയധികം സന്തോഷം, അല്ലെങ്കിൽ ഒരു സ്വപ്നതുല്യമായിട്ടുള്ള ഒരു നേട്ടമാണ് അവർ നേടിയിട്ടുള്ളത്. അപ്പോൾ ഏതൊരു ക്രിയേറ്റർക്കും അതിലൊരു സന്തോഷം ഉണ്ടാകും. പക്ഷെ ആ ഒരു പല ന്യൂസ് വരുമ്പോഴും, അതിന്റെ ഒരു ഓൺലൈൻ മീഡിയയിലൊക്കെ വരുമ്പോൾ, പല സോഷ്യൽ മീഡിയയിലും പലരും ചോദിക്കുന്നുണ്ട്, ആകെ 3.5 കോടി ജനങ്ങളെ കേരളത്തിലുള്ളൂ, പിന്നെ ഇവർക്ക് എങ്ങനെ 5 കോടിയിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി എന്നുള്ള സംശയം ഒരുപാട് ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ക്രിയേറ്റേഴ്സിന് ആ ഒരു സംശയം ഉണ്ടാവില്ല, പകരം സാധാ വ്യൂവേഴ്സിനായിരിക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടാവുക. കാരണം 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ ഒരു മലയാളിയുടെ ചാനലിന് എങ്ങനെ 5 കോടി ലഭിച്ചു എന്നുള്ളത്. അതിൽ തന്നെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, കുട്ടികൾ ഒരുപാട് പേരില്ലേ, പ്രായമായവരില്ലേ, അപ്പൊ ഇവർക്കൊക്കെ യൂട്യൂബ് അല്ലെങ്കിൽ ഒരു ഇമെയിൽ ID ഉണ്ടാവില്ലല്ലോ സബ്സ്ക്രൈബ് ചെയ്യാൻ, പിന്നെ ഇതെങ്ങനെ 5 കോടിയായി, ഇത് ഫേക്ക് ആണ് എന്നുള്ള രീതിയിലൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരിക്കലും ഒരു ഫേക്ക് അല്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് കേരളത്തിൽ നിന്നുള്ള മാത്രം സബ്സ്ക്രൈബേഴ്സ് അല്ല. യൂട്യൂബിന് അങ്ങനെ മലയാളിയാണെങ്കിൽ കേരളത്തിൽ മാത്രം എന്നുള്ള രീതിയിലില്ല. നിങ്ങൾ ക്രിയേറ്റേഴ്സിന് ഇത് അറിയാമായിരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് ക്രിയേറ്റേഴ്സ് അല്ലാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് മനസ്സിലാക്കാൻ പറഞ്ഞതാണ്. നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ, ഇപ്പൊ ഞാനൊരു മലയാളി ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ കേരളത്തിൽ മാത്രമല്ല വ്യൂസ് വരുന്നത്. ഇപ്പൊ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവർ കൂടുതൽ ഷോർട്സ് വീഡിയോസ് ആണ് ചെയ്യുന്നത്. ആ ഷോർട്സ് വീഡിയോ ചെയ്യുന്നതിൽ തന്നെ
ഇവര് മലയാളത്തിലുള്ള സംഭാഷണമില്ല. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് രാജ്യക്കാർക്കും ഇത് എന്താ പറയാ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. കമ്മ്യൂണിക്കേഷന് വാക്കൊണ്ടില്ലാതെ ജസ്റ്റ് ഒരു സ്റ്റോറി ടെൽ പോലെയാണ് അവർ പറയുന്നത്. അപ്പൊ അത് ഏത് രാജ്യക്കാർക്കും ഏത് കുട്ടികൾക്കും മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ യൂട്യൂബിൽ ഷോർട്സ് ചെയ്യുന്നവര് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, സ്റ്റോറി ടെൽ രീതിയിൽ നിങ്ങൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റീച്ച് ലഭിക്കും എന്നുള്ളതിന്റെ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് ഇവരുടെ ചാനൽ. കാരണം ഇവരുടെ വീഡിയോയിലൊന്നും ഷോർട്സ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, അതിലൊന്നും വോയിസ് ഇല്ല, പകരം അവർ അഭിനയിച്ച് കാണിക്കുകയാണ്. അപ്പൊ മലയാളത്തിൽ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ മലയാളികൾ മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഭാഷക്ക് അതീതമായിട്ട്, രാജ്യത്തിന് അതീതമായിട്ട് എല്ലാവർക്കും ഈ ഇവരുടെ ഷോർട്സ് മനസ്സിലാക്കാൻ പറ്റി, അല്ലെങ്കിൽ കണ്ട് ആസ്വദിക്കാൻ പറ്റി എന്നുള്ളതാണ് സത്യം. ഞാൻ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ റീച്ച് ആവാൻ കാരണം അതാണ്. പിന്നെ പല കാരണങ്ങൾ അതിന്റെ കൂടെ ഉണ്ടാകും. കാരണം അവരുടെ ഒരു നിഷ്കളങ്കത, അവരുടെ ഒരു പെർഫോമൻസ്, പലരും പല കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കുന്നുണ്ടാവുക. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ കാര്യങ്ങളൊക്കെ അവരുടെ ചാനലിൽ ഒത്തു വന്നു എന്നുള്ളതാണ് അവരുടെ ചാനലിലെ മെറിറ്റ്. അപ്പൊ ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഫോളോ ചെയ്യാനുണ്ട്. കാരണം യൂട്യൂബിൽ ഏതൊരു സാധാരണക്കാരനും യൂട്യൂബിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ ജെനുവിൻ ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റീച്ച് ആകും എന്നുള്ളതിന്റെ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണെന്ന് പറയാം. അപ്പൊ ഈ ഒരു കാര്യം ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇൻസ്പയർ ആകേണ്ട കാര്യമാണ്. അപ്പൊ ഞാൻ 2 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. ആദ്യത്തെ കാര്യം, ഒരിക്കലും ഒരു ക്രിയേറ്റർ ഫോളോ ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ഇവരുടെ ചാനലിൽ നിന്ന് നമുക്ക് ഫോളോ ചെയ്യാമെന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പം മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.